പുതുവർഷത്തിന്റെ ആവേശത്തിലാണ് ലോകം. പഴയ വർഷത്തിന് വിട നൽകി പുതിയൊരു പ്രഭാതത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. കൂടെ നമ്മളും ചില നിർണായകമായ വാർത്തകളുമായി ഒരുങ്ങിക്കഴിഞ്ഞു. നോക്കാം സെക്കൻഡ് റൗണ്ട് ഓഫ് ന്യൂസ്. ആദ്യം തലക്കെട്ടുകളിലേക്ക്. പുതുവർഷാഘോഷം, സുരക്ഷിത യാത്രയ്ക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വാട്ടർ മെട്രോ. 5Gയിൽ ജിയോയുടെ സമഗ്രാധിപത്യം, വേഗതയിലും ലഭ്യതയിലും ബഹദൂരം. അക്ഷരകുലപതിക്ക് ധ്വനി തരംഗത്തിന്റെ സ്നേഹാദരം. നടൻ മോഹൻലാലിന്റെ അമ്മയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട്. തൃശൂർ കിഴക്കേക്കോട്ടയിൽ ബേക്കറിക്ക് തീപിടിച്ചു, 2 പേർക്ക് പൊള്ളലേറ്റു. വാർത്തകൾ വിശദമായി. പുതുവർഷാഘോഷത്തിന് ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി എന്നിവിടങ്ങളിലേക്ക് എത്തുന്നവർക്ക് ഏറ്റവും സുരക്ഷിത യാത്രയ്ക്കുള്ള സജ്ജീകരണങ്ങൾ വാട്ടർ മെട്രോ ടെർമിനലുകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം രാത്രി 7 മണി വരെയാണ് ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, വൈപ്പിൻ ഭാഗത്തേക്ക് സർവീസ് അനുവദിച്ചിരിക്കുന്നത്. പുതുവർഷ ആഘോഷത്തിന് ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി എന്നിവിടങ്ങളിലേക്ക് എത്തുന്നവർക്ക് ഏറ്റവും സുരക്ഷിത യാത്രയ്ക്കുള്ള സജ്ജീകരണങ്ങൾ വാട്ടർ മെട്രോ ടെർമിനലുകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം രാത്രി 7 മണി വരെയാണ് ഫോർട്ട് കൊച്ചി, അതുപോലെ തന്നെ മട്ടാഞ്ചേരി, വൈപ്പിൻ ഭാഗത്തേക്ക് സർവീസ് അനുവദിച്ചിരിക്കുന്നത്. അതിനുശേഷം രാത്രി 12 മണി മുതൽ പുലർച്ചെ 4 മണി വരെ മട്ടാഞ്ചേരി ഹൈക്കോർട്ട് റൂട്ടിലും വൈപ്പിൻ ഹൈക്കോർട്ട് റൂട്ടിലും സർവീസ് ഉണ്ടാകും. രാത്രി 12 മണി മുതൽ എല്ലാ യാത്രക്കാരെയും ഈ റൂട്ടിൽ എത്തിക്കുവാനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അധിക ടിക്കറ്റ് കൗണ്ടറുകളും സജ്ജമാക്കിയിട്ടുണ്ട്. തിരക്ക് നിയന്ത്രിക്കാനായി സുരക്ഷാ ജീവനക്കാരെയും അധികമായി ടെർമിനലുകളിൽ നിയോഗിച്ചിട്ടുണ്ട്. പോലീസ് സേവനവും ടെർമിനലുകളിൽ ഉണ്ടായിരിക്കും. പുലർച്ചെ 4 മണി വരെയാണ് സർവീസ് നിശ്ചയിച്ചിരിക്കുന്നത്. എങ്കിലും അവസാനത്തെ യാത്രക്കാരനെ വരെ ഹൈക്കോർട്ട് ജംഗ്ഷൻ ടെർമിനൽ എത്തിക്കുന്നത് വരെ സർവീസ് തുടരുമെന്ന് കൊച്ചി വാട്ടർ മെട്രോ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യാത്രക്കാർ തിരക്ക് കൂട്ടാതെ അച്ചടക്കത്തോടെ ക്യൂ പാലിക്കുകയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യണമെന്ന് കൊച്ചി വാട്ടർ മെട്രോ അഭ്യർത്ഥിച്ചു. 4Gയിൽ നിന്ന് 5Gയിലേക്കുള്ള മാറ്റം കേവലം വേഗതയുടെ കണക്കുകളിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്നും നെറ്റ്വർക്കിന്റെ അടിസ്ഥാന ഘടനയും അത് നൽകുന്ന സ്ഥിരതയുമാണ് യഥാർത്ഥ വിജയിയെ നിർണ്ണയിക്കുന്നതെന്നും ഇതിൽ ജിയോ വലിയ മുന്നേറ്റം നടത്തിയതെന്നും ഓപ്പൺ സിഗ്നൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യൻ 5G വിപണിയിൽ ജിയോയുടെ കുതിപ്പ് കേവലം വേഗതയിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്ന് ഓപ്പൺ സിഗ്നൽ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 199.7 Mbps എന്ന മിന്നൽ വേഗതയുമായാണ് ജിയോ ഒന്നാമതെത്തിയിരിക്കുന്നത്. ഇത് അവരുടെ തന്നെ 4G നെറ്റ്വർക്കിനേക്കാൾ 11 മടങ്ങ് അധികമാണ്. എന്നാൽ വേഗതയേക്കാൾ ഉപരിയായി ടൈം ഓൺ 5G അഥവാ ഉപഭോക്താക്കൾ യഥാർത്ഥത്തിൽ 5G നെറ്റ്വർക്കിൽ ചിലവഴിക്കുന്ന സമയത്തിലാണ് ജിയോ വിസ്മയിപ്പിക്കുന്നത്. ജിയോ ഉപഭോക്താക്കൾ തങ്ങളുടെ ഉപയോഗത്തിന്റെ 67.3% യഥാർത്ഥ 5G നെറ്റ്വർക്കിൽ തന്നെ തുടരുമ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള എയർടെൽ ഇത് വെറും 28% മാത്രമാണ്. എയർടെൽ ഉപഭോക്താക്കൾക്ക് 5G സിഗ്നൽ ലഭ്യമാണെങ്കിലും അവരുടെ ഫോണുകൾ പലപ്പോഴും 4Gയിലേക്ക് തിരികെ പോകുന്ന പ്രതിഭാസമാണ് ഇവിടെ കാണുന്നത്. ഇതിനു പിന്നിലെ പ്രധാന കാരണം ജിയോ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് എയർലൈൻ സാങ്കേതിക വിദ്യയാണ്. 4Gയുടെ സഹായമില്ലാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ജിയോയുടെ 5G ആർക്കിടെക്ചറും വലിയ മുൻതൂക്കം നൽകുന്നു. വിപണിയിൽ കുറഞ്ഞ വിലയുള്ള 5G ഫോണുകൾ വ്യാപാരമാകുന്നതോടെ ഉപഭോക്താക്കളുടെ എണ്ണം കൂടുമെന്നും ആ സാഹചര്യത്തിലും സ്ഥിരതയുള്ള സേവനം നൽകുന്നതിൽ ജിയോയുടെ സാങ്കേതിക മികവ് നിർണായകമായിരിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 39 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന മുരളി മാഷിന് ധ്വനി തരംഗം രക്ഷാധികാരി അഡ്വക്കേറ്റ് ഷാജഹാൻ പൊന്നാട അണിയിച്ചു. ചെയർപേഴ്സൺ ഡോക്ടർ ദേവി സുമ മൊമന്റോ നൽകി ആദരിക്കുകയും ചെയ്തു. അക്ഷരസ്നേഹികളുടെയും പ്രവാസികളുടെയും പ്രിയങ്കരനായ മുരളി മാഷിന് സ്നേഹനിർഭരമായ യാത്രയയപ്പ് നൽകി ധ്വനി തരംഗം. ചടങ്ങിൽ ധ്വനി തരംഗം രക്ഷാധികാരി അഡ്വക്കേറ്റ് ഷാജഹാൻ അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ചെയർപേഴ്സൺ ഡോക്ടർ ദേവി സുമ സംഘടനയുടെ സ്നേഹോപഹാരമായ മൊമന്റോ കൈമാറി. 39ാമത് വർഷം നീണ്ടുനിന്ന പ്രവാസ ജീവിതത്തിനിടയിൽ കലാസാഹിത്യ രംഗങ്ങളിൽ അദ്ദേഹം നൽകിയ സംഭാവനകളെ ചടങ്ങിൽ പങ്കെടുത്തവർ അനുസ്മരിച്ചു. ബിനു മോഹൻ, എഴുത്തുകാരി സന്ധ്യ കല്യാണി, സനിൽ അർജുനൻ, വിനോദ് തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രവാസ ഭൂമിയിൽ നിന്ന് അക്ഷരങ്ങളുടെ ലോകത്തേക്ക് മടങ്ങുന്ന മുരളി മാഷിന് എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് ചടങ്ങ് അവസാനിപ്പിച്ചു. നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിയുടെ സംസ്കാരം തിരുവനന്തപുരം മുടവൻ മുകളിലെ വീട്ടുവളപ്പിൽ വൈകിട്ട് 4-ന് നടക്കും. അമ്മയുടെ വിയോഗം സ്വന്തം അമ്മയെ നഷ്ടപ്പെട്ടതുപോലെയാണെന്ന് MG ശ്രീകുമാർ അനുസ്മരിച്ചു.
മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലിന്റെ മാതാവ് ശാന്തകുമാരി ഇന്നലെ അന്തരിച്ചിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത്. സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകിട്ട് 4 മണിക്ക് തിരുവനന്തപുരം മുടവൻമുകളിലെ കുടുംബ വീടായ വിശ്വശാന്തിയുടെ മുറ്റത്ത് നടക്കും. ശാന്തകുമാരി അമ്മയുടെ വിയോഗത്തിൽ സിനിമാ ലോകം ഒന്നടക്കം അനുശോചനം രേഖപ്പെടുത്തുകയാണ്. സ്വന്തം അമ്മയെ നഷ്ടപ്പെട്ടതുപോലെയാണ് തനിക്ക് ഈ വിയോഗമെന്ന് പ്രശസ്ത ഗായകനായ MG ശ്രീകുമാർ അനുസ്മരിച്ചു. നിലവിൽ ഭൗതിക ശരീരം മുടവൻമുകളിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. തൃശൂർ കിഴക്കേക്കോട്ടയിൽ ലൂർദ് പള്ളിക്ക് സമീപമുള്ള ബേക്കറിയിൽ വൻ തീപിടുത്തം. ഗ്യാസ് ചോർച്ചയാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കടയിലുണ്ടായിരുന്ന 2 ജീവനക്കാർക്ക് പൊള്ളലേറ്റു. സാംസ്കാരിക നഗരിയുടെ ഹൃദയഭാഗമായ കിഴക്കേക്കോട്ടയിൽ ലൂർദ് പള്ളിക്ക് സമീപമുള്ള ബേക്കറിയിൽ വൻ തീപിടുത്തം. ഇന്ന് ഉച്ചയോടെയാണ് നാടിന് നടുക്കിയ ഈ അപകടം ഉണ്ടായത്. ബേക്കറിയിൽ ഉണ്ടായിരുന്ന ഗ്യാസ് ചോർച്ചയാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അതിശക്തമായ തീപിടുത്തത്തിൽ ബേക്കറി പൂർണ്ണമായും കത്തി നശിച്ചു. അപകട സമയത്ത് കടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന 2 ജീവനക്കാർക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. ഇവരെ ഉടനെ തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ ഇവർ വിദഗ്ധ ചികിത്സയിലാണ്. തീപിടുത്തമുണ്ടായ ഉടനെ തന്നെ ആകാശത്തേക്ക് വലിയ തോതിലുള്ള പുക ഉയരുന്നത് പ്രദേശവാസികളിൽ പരിഭ്രാന്തി പരത്തി. വിവരമറിഞ്ഞ ഉടൻ തന്നെ തൃശൂരിൽ നിന്നും അഗ്നിശമന സേനയുടെ 1-ലധികം യൂണിറ്റുകൾ സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ലൂർദ് പള്ളിക്ക് സമീപം തിരക്കേറിയ റോഡ് ആയതിനാൽ തന്നെ പോലീസ് പ്രദേശം വളയുകയും ഗതാഗതം നിയന്ത്രിക്കുകയും ചെയ്തു. ഷോർട്ട് സർക്യൂട്ട് അല്ല, മറിച്ച് ഗ്യാസ് സിലിണ്ടറിൽ നിന്നുണ്ടായ ലീക്കേജ് ആണ് ഇത്ര വലിയൊരു അപകടത്തിന് കാരണം എന്നാണ് ഫയർഫോഴ്സിന്റെ ഇപ്പോഴത്തെ സ്ഥിരീകരണം. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ബേക്കറി ഉടമയ്ക്ക് ഈ അപകടത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ കഴിഞ്ഞു. ഇനി വരും മണിക്കൂറിലെ ചില നിർണായകമായ വാർത്തകളുമായി കണ്ടുമുട്ടാം.